തിരുവനന്തപുരം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ, കാസർഗോഡ് അടക്കം ആ പ്രകടനം നടക്കുകയാണ്. കൊല്ലത്ത് നടക്കാൻ പോകുന്നുണ്ട്, ആലപ്പുഴയിൽ നടക്കാൻ പോകുന്നു. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും വി ഡി അനുകൂല പ്രകടനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ്, എറണാകുളം, കുണ്ടന്നൂരിൽ വി ഡി സതീശൻ അനുകൂല പ്രകടനം തുടങ്ങാൻ പോകുന്നു. കോഴിക്കോട് വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് UDF പ്രവർത്തകർ പ്രകടനം വരുന്നു. കാസർഗോഡ് വെള്ളരിക്കുണ്ടാണ് വി ഡി സതീശൻ അനുകൂല പ്രകടനം. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ഇന്നും ഇന്നലെയും ഒക്കെയായി കിങ് മേക്കർ 2026 എന്ന ഫ്ലക്സൊക്കെ ഉയർത്തിയാണ് കാസർഗോഡ് ആ പ്രതിഷേധം. ജഷീർ പള്ളിവേൽ അടക്കമുള്ളവർ ചേർന്നാണ് തിരുവനന്തപുരത്തെ ആ പ്രകടനം അവിടെ നടക്കുന്നത്. KPCCയുടെ മുന്നറിയിപ്പിനും വി ഡി സതീശൻ പ്രകടനങ്ങൾ അരുത് എന്ന അല്പസം മുമ്പാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. പക്ഷേ ഈ പ്രവർത്തകരുടെ ഇടയിലേക്ക് എത്താൻ സമയമായിട്ടുണ്ടാവില്ല. പക്ഷേ KPCCയുടെ താക്കീതിന് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് പ്രവർത്തകരും നേതാക്കളും തെരുവിൽ വി ഡിക്കായി ഇപ്പോൾ നിറയുന്നത്. സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും വി ഡി സതീശൻ അനുയായികൾ വി ഡിയെ മുഖ്യമന്ത്രിയാക്കണം, പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി കൂടുന്നുണ്ട്. റിനു ശ്രീധർ കൂടി ചേരുന്നു. റിനുവും തിരുവനന്തപുരത്തെ പ്രകടനം എങ്ങോട്ടേക്കാണ് പോകുന്നത്? പ്രവർത്തക പങ്കാളിത്തം, പ്രവർത്തകർ എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. വി ഡി അനുകൂലികളുടെ പങ്കാളിത്തം ആ പ്രകടനത്തിൽ എത്രത്തോളം ഉണ്ട് റിനു? വലിയ സങ്കീർണാവസ്ഥയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് പോകുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. വീട് നയിക്കട്ടെ എന്ന ബാനർ ഉയർത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വി ഡി പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആ പ്രതിഷേധ പ്രകടനത്തിന്റെ അല്ലെങ്കിൽ വി ഡിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന പ്രകടനത്തിന്റെ ഓരോ സ്ഥലങ്ങളിലെ കാഴ്ചയാണ് പ്രേക്ഷകർ ഈ സ്ക്രീനിൽ അത്രയും കാണുന്നത്. അപ്പോൾ ഈ പ്രകടനങ്ങൾ ഉറപ്പായും ഇത് ഹൈക്കമാൻഡ് മുന്നിലേക്ക് എത്തും. ഇത് ഹൈക്കമാൻഡിനോടുള്ള വെല്ലുവിളി എന്ന നിലയ്ക്കാകുമോ സ്വീകരിക്കുക? അത് ആ അർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ അത് വി ഡി സതീശന് മൈനസ് പോയിന്റ് ആകുമോ? അതോ ഇത് വി ഡിക്കുള്ള പിന്തുണ എന്ന മട്ടിൽ തന്നെ ഹൈക്കമാൻഡ് അത് മുഖവിലക്കെടുക്കുമോ എന്ന കാര്യമൊന്നും അറിയില്ല. നിരീക്ഷകർ എന്തായാലും കേരളത്തിൽ വന്നിരുന്നു. കേരളത്തിലെ സ്ഥിതിഗതികൾ, സാഹചര്യം അവർ മനസ്സിലാക്കി. ഇന്നലെയാണ് അവർ ബാക്ക് ടു ഡൽഹിയിലെത്തുകയും മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് രാവിലെ കാണുകയും ഈ പറയുന്ന അവരുടെ കണ്ടെത്തലുകൾ, അവരുടെ നിരീക്ഷണങ്ങൾ ഖാർഗെക്ക് മുന്നിൽ വെക്കുകയും ചെയ്തത്. ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരാണ് അതിൽ ഏറ്റവും നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. റിനു ശ്രീധർ ശരിക്കുമുണ്ടെന്ന് തോന്നുന്നു. റിനുവും തിരുവനന്തപുരത്തെ പ്രകടനം ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പുരോഗമിക്കുന്നത്? ജഷീർ പള്ളിവേലിനൊക്കെ അതിന്റെ മുൻനിരയിൽ കണ്ടിരുന്നു റിനു? തീർച്ചയായും ഹാഷ്മി, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്ത് നിന്ന് ഈ ഒരു ശക്തി പ്രകടനം ആരംഭിച്ചത്. എന്തായാലും ജഷീർ പള്ളിവേൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ആവേശമാണ്. നിലവിൽ ഇപ്പോൾ വി ഡി തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് തന്നെയാണോ നിങ്ങളുടെ ആവശ്യം? മുഖ്യമന്ത്രി ആവണമെന്ന് തന്നെയാണ് പാലത്തിലൂടെ അന്തിമ പ്രിയപ്പെട്ട UDF വിജയിക്കുന്നു. UDF നായകനായി വി ഡി ആണ് എന്നുള്ളതാണ്. ആ തീർച്ചയായിട്ടും ഈ കാണുന്ന എല്ലാ ജനതയും യോഗ്യരാണ്. എങ്കിലും കോൺഗ്രസ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കൃത്യമായിട്ടുള്ള ഒരു നേതൃത്വ നിരയെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ഈ വോട്ടിട്ട ജനങ്ങൾക്ക് മുന്നിൽ ഒരു അപഹാസ്യരാവുകയല്ലേ ഈ കോൺഗ്രസ്? കേരളത്തിലെ ആവാലവിട്ട ജനങ്ങൾക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ അവരുടെ ഈ പറയുന്ന പ്രതിസന്ധി നടക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഒരുമിക്കുന്ന പാർട്ടിയായിട്ടുണ്ട്. ഞങ്ങൾ നടന്നു വന്ന വഴികളിൽ ഞങ്ങൾ ഉയർത്തിയ വിയർപ്പും ഈ വിയർപ്പിന് ഗന്ധമുണ്ട്. ആ ഗന്ധം എന്ന് പറയപ്പെടുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആ പാർട്ടിയുടെ ഗന്ധം ഹൈക്കമാൻഡ് തിരിച്ചറിയും. ഹൈക്കമാൻഡ് വി ഡി സതീശനെ പ്രഖ്യാപിക്കപ്പെടുന്ന വാർത്ത കാതോർക്കാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.